നേതാവ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, ശരി, ഒറ്റവാക്കിൽ പറയാം, എന്താണ് ഒരു ഉദ്യോഗസ്ഥൻ വന്ന് RSSന്റെ നേതാക്കളെ കാണുന്നതിൽ തെറ്റുള്ളത് എന്നുള്ള കാര്യം? ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയെ മാത്രമല്ല രാം മാധവിനെയും സന്ദർശിച്ചിരുന്നു, കൂടിക്കാഴ്ച നടത്തിയിരുന്നു, ADGP MR അജിത് കുമാർ എന്നുള്ളതാണ്. ഇപ്പോഴും താങ്കൾക്ക് ഇക്കാര്യത്തിൽ അതെന്താണ് ഒരു ഉദ്യോഗസ്ഥൻ വന്ന് കാണുന്നതിൽ എന്ത് തെറ്റാണ് എന്നേ പറയാൻ തോന്നുന്നുള്ളൂ? എം വി ഗോവിന്ദനെ RSSന്റെ ശിബിരത്തിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ എം വി ഗോവിന്ദനെ RSSുമായി ബന്ധിപ്പിക്കാനോ ഞങ്ങൾ ശ്രമിക്കും. ഈ ഇന്ത്യ മഹാരാജ്യത്ത് RSS പ്രവർത്തിക്കുന്നത് ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ്. RSS നിരോധിക്കപ്പെട്ട പ്രസ്ഥാനമല്ല. ഒരാളുമായി സംസാരിക്കുന്നത് ഗൂഢാലോചന ചെയ്യാനാണ് എന്നൊരാൾ പറയുകയാണെങ്കിൽ ആ പറയുന്ന ആൾ വേണം ആ ഗൂഢാലോചന വെളിയിൽ വിടാൻ. അല്ലാതെ ഞങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം പറയണേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ADGPയും DGPയും സകല ആളുകളും RSS എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന്റെ കൺസെപ്റ്റ് മഞ്ജുഷിന് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെ, RSS നേതാക്കളെ കാണുന്നതിൽ ഒരു തെറ്റുമില്ല. താങ്കൾ പറഞ്ഞ പോലെ ഒരു നിരോധിത സംഘടനയല്ല RSS. പക്ഷെ ഒരു കാര്യം, ഇന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. ഈ RSS എന്ന് പറയുന്നത് CPMനെ ശത്രുപക്ഷത്ത് നിർത്തുന്നവരാണ്. തിരിച്ച് CPM അങ്ങനെ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് വില പറഞ്ഞിട്ടുള്ളവരാണ് RSS. ഇക്കാര്യവും പറയുന്നത് ആരാണ്? MV ഗോവിന്ദനും അതുപോലെ തന്നെ MB രാജേഷിനെയും പോലുള്ളവരാണ്. അപ്പോൾ ആ സമയത്ത് ഒരു കാര്യം താങ്കൾ സമ്മതിക്കൂ, ഈ ADGP MR അജിത് കുമാർ എന്നുള്ളയാൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അത് മുഖ്യമന്ത്രിയുടെ മാത്രമല്ല അദ്ദേഹം വിശ്വസ്തൻ, അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ വിശ്വസ്തനല്ലേ. എന്നാൽ നമുക്ക് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്ന പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ മുഖ്യമന്ത്രിക്ക് അല്ലല്ല RSS നേതാവിനെ തന്റെ വിശ്വസ്തൻ കാണുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് പറയുമ്പോൾ RSSുമായിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണല്ലോ. സംശയമില്ലാത്ത കാര്യമാണല്ലോ താങ്കൾക്ക് അതിൽ. ഞാനൊരു കാര്യം പറയട്ടെ, മുഖ്യമന്ത്രിയുടെ കാര്യം പറയാനല്ലോ ഞാൻ ഞങ്ങളുമായി ബന്ധപ്പെടുന്ന സംഘപരിവാറുമായി ബന്ധപ്പെടുന്ന കാര്യം പറയാനാണ്. ഞങ്ങൾ എല്ലാവരെയും കാണും. അതുകൊണ്ടാണ് ഞാൻ MV ഗോവിന്ദന്റെ കാര്യം പറഞ്ഞത്. എല്ലാവരെയും കാണും. ഇവരെല്ലാം RSSന് രണ്ടുപേരേ ഉള്ളൂ. ഇപ്പോൾ RSSുമായി ബന്ധപ്പെടുന്നവരും നാളെ ബന്ധപ്പെടാനുള്ളവരും. അതാണ് ഞങ്ങൾക്ക് ആരും ശത്രുക്കളല്ല. CPMന് RSS ശത്രുവാണെന്ന് CPM ധരിക്കുന്നുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പെർമനന്റ് ആയിട്ട് ഞങ്ങൾ അങ്ങനെ ശത്രുക്കളായിട്ട് ആരെയും കാണുന്നില്ല. ഇവരൊക്കെ ഇന്നലത്തെ CPMകാരാണ്, ഇന്നത്തെ RSS. അങ്ങനെയാണ് ഞാനടക്കം. അപ്പോൾ പിന്നെ എനിക്ക് ശരിയാണ്, ഒരു സൗഹൃദ സന്ദർശനം, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ അവിടെ ഈ സമീപകാലത്ത് 2022 മുതൽ നമുക്ക് ഇങ്ങോട്ട് പറയുമ്പോൾ ഇത് നമ്മൾ പൊതുസമൂഹത്തോടാണല്ലോ ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, സ്വർണ്ണക്കടത്ത് കേസ് എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിൽ ഈ സ്വപ്ന സുരേഷിനെ കേരളം വിടാൻ സഹായിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് ADGP MR അജിത് കുമാറാണ്. ഇതേ അജിത് കുമാർ RSSുമായിട്ട് നല്ല സൗഹൃദം പുലർത്തുന്നയാളാണ്. സ്വാഭാവികമായിട്ടും BJPയുമായിട്ടും ആയിരിക്കും. അതിനുശേഷം MR അജിത് കുമാറിന് എതിരെ ഒരു അന്വേഷണ റിപ്പോർട്ട് വരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം അതിനേക്കാൾ സുപ്രധാനമായ ഒരു പദവിയിലേക്ക് ആനയിക്കപ്പെടുകയാണ്. അതും ഇതേ മുഖ്യമന്ത്രി ഭരണത്തിലിരിക്കുന്ന സമയത്ത്. ഇതേ മുഖ്യമന്ത്രിക്ക് അറിയാം RSSുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നയാളാണ് ഈ പറയുന്ന MR അജിത് കുമാർ എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്വർണ്ണക്കടത്ത് കേസ് ദുർബലമാകുക എന്നുള്ളത് ആരുടെ ആവശ്യമാണ്? മുഖ്യമന്ത്രിയുടെ ആവശ്യമാണ്. അതിലും താങ്കൾക്ക് സംശയമില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു പാലം എന്ന് ആര് സംശയിച്ചാൽ പോലും അതിനെ കുറ്റം പറയാൻ പറ്റുമോ? മറ്റൊരു പ്രതിപക്ഷ പാർട്ടിയുടേതാണെങ്കിൽ, BJPയുടേതല്ലാതെ ഒരു പാർട്ടിയുടെ കാര്യമാണെങ്കിൽ താങ്കൾ പോലും അത് പറയുമല്ലോ, അങ്ങനെ ഒരു പാലം സംശയിക്കാമല്ലോ നമുക്കെന്ന്. മഞ്ജുഷ, ഇത്രയും കാലം ബെഹ്റയായിരുന്നു പാലം. ഇപ്പൊ ഒരു ദിവസം കൊണ്ട് ബെഹ്റ മാറി, ഇയാൾ പാലമായി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടുത്തെ വിഷയം എന്താ? ഇവിടെ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് പൂരം കലക്കാൻ വേണ്ടി ADGPയുമായി ധാരണ ഉണ്ടാക്കിയെന്നാണ്. അല്ലെങ്കിൽ RSSുമായി ധാരണ ഉണ്ടാക്കാൻ പിണറായി വിജയൻ പൂരം കലക്കാൻ വേണ്ടിയിട്ട് ഇയാളെ വിട്ടു, ADGP വിട്ടു എന്നായിരുന്നല്ലോ അൻവറിന്റെയും, എന്നായിരുന്നല്ലോ ഇവരുടെയൊക്കെ വലിയ അവകാശവാദം. ഞാൻ അതിന് വളരെ സിമ്പിളായിട്ട് ചോദിക്കാം, ഇനി ഇവർ കണ്ടു എന്ന് പറയുന്നത് എന്നാ? ഇവർ കണ്ടു എന്ന് പറയുന്നത് 2023 എന്നുവെച്ചാൽ ഒരു വർഷം മുമ്പ്. ഇനി കണ്ടു എന്ന് പറയുന്നത് 2023 കണ്ടത്. ഞാൻ ഒരു മിനിറ്റ്, അല്ല, കണ്ടതാണ്. കണ്ടു പറയുന്നതല്ലോ, കണ്ടത് തന്നെയല്ലേ? അത് ADGPയാ കണ്ടതെന്ന് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ലല്ലോ. അല്ല, ഞാൻ സംസാരിക്കുമ്പോൾ അത് സ്ഥിരീകരിക്കുന്നു. അതിൽ താങ്കൾക്ക് സംശയമില്ലല്ലോ. പാറമേക്കാവിൽ RSSന്റെ ക്യാമ്പ് നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ഡേറ്റ് കറക്റ്റാണ്, 2023 മെയ് 22. അതിനെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് തൊട്ടടുത്ത ദിവസം വന്നിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, ഞാനായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ കാണാത്തൊരു കാര്യം ഞാൻ കണ്ടു എന്ന് പറയാൻ പറ്റില്ല. ADGP പറയുന്നു കണ്ടു എന്നാ. അപ്പൊ ADGP കണ്ടു എന്ന് പറയുന്ന ഡേറ്റ് ADGP തന്നെ പറഞ്ഞോട്ടെ. അത് RSSന്റെ ക്യാമ്പ് അവിടെ നടന്നിട്ടുള്ളത് 2023 ഏപ്രിൽ മെയ് മാസത്തിലാണ് RSSന്റെ ക്യാമ്പ് നടന്നിട്ടുള്ളത്. ഈ ഒരു വർഷം മുമ്പ്
പൂരത്തിന് ഒരു മാസമോ 2 മാസമോ ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. എന്ത് ഫൂളിഷ്, ഇത് തലയ്ക്ക് വെളിവുള്ള ആളുകൾ ഇത് പറയും. അതങ്ങനെയല്ലല്ലോ, അതിനെ മറ്റൊരു തരത്തിൽ ബന്ധിപ്പിക്കാമല്ലോ ശ്രീ ബി ഗോപാലകൃഷ്ണൻ. ഇത് അല്ലല്ല, ഇത് സാഹചര്യം ഒക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. ഒരു കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു, 2023 മെയ് 22 ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് എന്ന്. തുടർ കൂടിക്കാഴ്ചകളും ഉണ്ടാകാമല്ലോ, അല്ലെങ്കിൽ നേരിട്ട് വന്ന് സന്ദർശിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇത് RSSുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ് ADGP MR അജിത് കുമാർ, അതായത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ. മുഖ്യമന്ത്രിയുടേത് മാത്രമല്ല മറ്റു പാർട്ടികളുടെയും. അപ്പോൾ അങ്ങനെ ഒരാളെ തുടർന്ന് ഉപയോഗിക്കുവാനായിട്ട് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? അതിന് ഇന്ന ദിവസം തൃശ്ശൂർ പൂരം നടക്കുന്നതിൻ്റെ തലേ ദിവസം എല്ലാവരെയും അറിയിച്ച് പാറമേക്കാവിൽ വന്ന് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തണമെന്നില്ലല്ലോ. അത് ലോജിക്കല്ലേ? ഞാൻ ലോജിക്കലായിട്ടാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, 1 വർഷം മുമ്പാണ് കൂടിക്കാഴ്ച നടന്നു എന്ന് പറയുന്നത്. അങ്ങനെ നടന്നു എന്ന് പറയുന്നതിന് നടന്നിട്ടില്ല എന്ന വാദം RSS പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ സംഘവുമായിട്ട് ബന്ധപ്പെടുന്ന ആളാണ്. എന്നെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴൊക്കെ ഞാൻ ചോദിച്ചത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ വാട്ട് ഇസ് റോങ് എന്നുള്ളതാണ്. അല്ല, അത് പിണറായി വിജയന്റെ ദൂതുമായിട്ടാണ് വന്നത്. പിണറായി വിജയന്റെ ദൂതുമായിട്ടാണ് വന്നതെങ്കിൽ ആ ദൂത് എന്തായിരുന്നു എന്ന് പറയേണ്ട ചുമതല അതിന്റെ തെളിവ് പ്രഖ്യാപിച്ചവരാണ് എന്ന് പറഞ്ഞാൽ വി ഡി സതീശനാണ്. ആ ദൂത് എന്താണെന്ന് പറയേണ്ടത്. അല്ല, ഇപ്പോൾ എന്തായാലും ഇത് പൊതുസമൂഹത്തിലേക്ക് മുന്നിലേക്ക് വന്നപ്പോൾ ആരോപണ വിധേയരും പറയാവുന്നതാണ്. ആരോപണ വിധേയർക്കും മറുപടി പറയാം. ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോന്ന്. ആരോപണ വിധേയൻ എന്ന് പറയുന്നത് ഒരാരോപണവും ഞങ്ങളെ ബാധിച്ചിട്ടില്ല. RSSന് എല്ലാവരെയും കാണും. RSSന്റെ സർസംഘചാലക് ഈ കഴിഞ്ഞ വർഷമാണല്ലോ UDFലെ ഏറ്റവും പ്രമുഖനായ നേതാവിന്റെ വീട്ടിൽ പോയത്. അത് നിങ്ങൾ അറിഞ്ഞില്ലേ? വളരെ പച്ച വെളിച്ചത്തിൽ പകലാണല്ലോ പോയത് UDFന്റെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവിന്റെ വീട്ടില്. അതെന്തിനാ? അതിനുശേഷം ഉടനെ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് എന്താ നിങ്ങൾ പറയാത്തത്? ഈ RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സ്വഭാവം ഞങ്ങൾ ഇവരെ എല്ലാവരെയും കാണും. അതിൽ ഗൂഢാലോചന ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആളുകൾ വേണം അത് പറയാൻ. ഞങ്ങൾക്കതിൽ ഗൂഢാലോചനയില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ വളരെ പരസ്യമായി പറയുന്നത്, UDFന്റെ ഒരു പ്രമുഖനായ നേതാവിന്റെ വീട്ടിൽ RSSന്റെ സർസംഘചാലക് പകൽ വെളിച്ചത്തിൽ പോയിരുന്നല്ലോ. അത് കഴിഞ്ഞ ഉടനെ ഇലക്ഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ലല്ലോ. അല്ല, ഇതൊക്കെ ആരോപണമായിട്ട് വരുന്ന സമയത്ത് മിണ്ടാതിരിക്കാൻ പറ്റുകയില്ല. കാരണം പകൽ വെളിച്ചത്തിൽ RSSും BJPയും ശത്രുക്കളാണ്, അവർ വർഗീയത പരത്തുന്നവരാണ് എന്ന് പറയുന്ന UDFും LDFും ഇത്തരത്തിലുള്ള സന്ദർശനങ്ങളും കൂടിക്കാഴ്ചകളും നടത്തുന്ന സമയത്ത് അതെന്തായാലും വെളിയിലേക്ക് വരുമ്പോൾ അത് പറയുക തന്നെ ചെയ്യും. നിങ്ങൾക്കും ആഗ്രഹമുണ്ടല്ലോ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട് എന്ന് പൊതുസമൂഹം അറിയണമെന്ന്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രഹസ്യമായ ഒരു കാഴ്ചപ്പാടും ഇല്ല. സംഘവും RSSും അനുബന്ധ സംഘടനകളും വളരെ പരസ്യമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതിനകത്തൊരു രഹസ്യമായ കൂടിക്കാഴ്ചയും ഇല്ല. അതെന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ രഹസ്യമുണ്ട് എന്ന് പറയുന്നവർ വെളിയിൽ വിട്ടോട്ടെ. ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്കില്ല രഹസ്യം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇല്ലാത്ത രഹസ്യം ഞങ്ങൾ വെളിയിൽ പറയാൻ പറ്റുമോ? ശരി ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ശരി ഞാൻ ഇടപെടുകയാണ്. നന്ദി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. എന്തായാലും ഇതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്ന് ഒരു കാര്യം തിരിച്ചു വെക്കട്ടെ മഞ്ജുഷേ. ഞാൻ ചോദിക്കട്ടെ മഞ്ജുഷേ, ഞാൻ വളരെ രസകരമായ ഒരു കാര്യം പറയാൻ പോവാ. ഈ ADGP ആണല്ലോ പറഞ്ഞത് ഞാൻ പോയിന്ന്. ഈ ADGP വളരെ ബോധപൂർവമായിട്ടല്ലേ, അതായത് പിണറായി വിജയന് ഇനി ഒരു ചുക്കു ചുണ്ടാകുമ്പോൾ ADGPയെ ചെയ്യാൻ പറ്റില്ല. PV അൻവർ കൊണ്ടുവന്നിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് RSSന്റെ മറ്റേ സർക്കാർ യുവാനെ കണ്ടതല്ല. കൊലപാതകം, ഗോൾഡ് സ്മഗ്ലിങ്, പിടിച്ചുപറി, ഗോൾഡ് ഉറച്ചു നോക്കല്, മറ്റേ ഫോൺ ടാപ്പിങ്, ഇങ്ങനത്തെ മാരകമായ ആരോപണങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഈ ആരോപണങ്ങളുടെ മുമ്പിലേക്കാണ് ഇപ്പൊ നിങ്ങൾ ഈ RSSന്റെ സർക്കാർ യുവാനെ കണ്ടു എന്ന് പറഞ്ഞ് വരുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കാം, പിണറായി വിജയൻ ഇനി എന്തെങ്കിലും ADGPക്കെതിരെ ചെയ്യാൻ പറ്റുമോ? പിണറായി വിജയൻ ADGPക്കെതിരെ എന്തെങ്കിലും ചെയ്താ ADGP പറഞ്ഞാൽ പോരെ? പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? അപ്പൊ വാസ്തവത്തിൽ താങ്കൾ പറഞ്ഞ സ്വർണ്ണക്കടത്ത് കേസുകൊണ്ട് ഈ PV അൻവർ പറഞ്ഞ സ്വർണ്ണക്കടത്തും അതിനകത്തുണ്ട്. കാരണം ഈ സ്വർണ്ണക്കടത്തിലും ഈ ആരോപണം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ നീളാതിരിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ADGPയെ വെച്ചുള്ള കളികൾ നടന്നിട്ടുണ്ട്. എവിടെ പോയി? അത് മാത്രമല്ല, എവിടെ പോയി അന്വേഷണം? കേന്ദ്ര ഏജൻസികളല്ലേ അന്വേഷിച്ചത്? ഇതിനകത്ത് ഏറ്റവും വലിയ സങ്കടം CPIക്കാർക്ക്. സുനിൽകുമാറാ പറഞ്ഞത് ഇപ്പോ ഇത് അങ്ങനെയാണ്, ഇത് RSS കൂടാതെ അങ്ങനെയാണ്. കേരളത്തിലെ പോലീസിന്റെ നിയന്ത്രണം RSSനാണെങ്കിൽ, കേരളത്തിലെ പോലീസ് RSS പറയുന്നത് പോലെയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ആഭ്യന്തരമന്ത്രി രാജിവെച്ച് പോകാൻ പറയാ? പിന്നെ ഈ CPIക്കാരോട് പറയുന്നത് CPI എന്തിനാ പിന്താങ്ങുന്നത്? CPIയോട് രാജിവെക്കാൻ പറയാ.
ഈ ആരോപണം RSSന്റെ മുകളിലേക്ക് ഉന്നയിക്കുക. ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ പോലീസ്. ഞങ്ങൾ പറഞ്ഞിട്ടാണ് പോലീസ് പൂരം കലക്കിയത്. ഞങ്ങളാണ് ബാക്കിയെല്ലാം ചെയ്യുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ആഭ്യന്തരമന്ത്രി രാജിവെച്ച് പുറത്തു പോകാൻ പറയേ? ശരി ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്